ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പെൺമക്കൾ അധികരിച്ച വ്യക്തിയാണ് ഞാൻ. അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറയുകയാണ്, അല്ലിമൂഹുന്ന സൂറത്തുൽ വാഖിഅ. ഇബ്നു മസ്ഊദേ നീ നിന്റെ പ്രിയപ്പെട്ട പെൺമക്കൾക്ക് സൂറത്തുൽ വാഖിഅ പഠിപ്പിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി പോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇതാ അവിടുത്തെ ഖിലാഫത്തിരിക്കുന്ന കാലഘട്ടത്തിൽ, അവിടുന്ന് ഖലീഫയായ കാലഘട്ടത്തിൽ എൻ്റെ വീട്ടിലേക്ക് ഒരു സ്വർണത്തിന്റെ കിഴി തന്നു വിടുകയാണ്. ഞാനത് സ്വീകരിച്ചില്ല. സ്വർണത്തിന്റെ കിഴിയാണ്. ഞാൻ പറഞ്ഞു, അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സൂറത്തുൽ വാഖിഅ. അതെന്റെ പ്രിയപ്പെട്ട പെൺമക്കളെ ഇതാ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യത്തെ ഞാൻ ഭയക്കുന്നില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ പറയാനുള്ളൊരു എബിലിറ്റി എന്തായി പറയുന്നത്? ഖുർആനിൽ അവലംബം കൊടുക്കാൻ. ഞാൻ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, സൂറത്തുൽ വാഖിഅ പഠിച്ചിട്ടുണ്ട്, എൻ്റെ പെൺമക്കളെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഒരു സഹാബി പറയാൻ. സ്വർണത്തിന്റെ കിഴി കൊണ്ട് കൊടുക്കുമ്പോഴേ ഓർത്ത് നോക്കി എന്തൊരു ഈമാനാണ്. നമുക്കിപ്പോൾ 15,000 രൂപ ശമ്പളം ഉണ്ടെങ്കിലും പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടുകാരെങ്കിലും ഒരു 10,000 രൂപയും കൂടെ തന്നു കഴിഞ്ഞാൽ 2 കൈ നീട്ടി കടന്നു വാങ്ങും നമ്മൾ, അല്ലേ? വേണ്ടാന്ന് പറയാ ആരെങ്കിലും? പറയൂല. അങ്ങനെ പറയേണ്ട കാര്യമില്ല. വാങ്ങണം. ഹദിയ നമ്മൾ വാങ്ങുകയും വേണം. നമ്മളങ്ങനെ വാങ്ങും. പക്ഷേ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊരു നയാ പൈസ വേണ്ട. കാരണം ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് എന്ത് പഠിപ്പിച്ചിട്ടുണ്ട്? സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. അടുത്ത ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ കടന്നു വന്നു. ഇതേപോലെ സ്വർണത്തിന്റെ ഒരു കിഴി കൊണ്ട് കൊടുത്തു. അദ്ദേഹം വാങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാനും ഓതും, എൻ്റെ പെൺമക്കളും ഓതും. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിലും ഇതേപോലെ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ വഫാത്തായി. അടുത്ത ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ അദ്ദേഹം കൊടുത്തുവിടുന്നു. സ്വർണത്തിന്റെ കിഴി വാങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞു, അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക്. ഞാൻ എൻ്റെ പെൺമക്കൾ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ദാരിദ്ര്യത്തെ ഭയക്കുന്നില്ല. ഓതാൻ തയ്യാറുണ്ട്. അഴീക്കോട് ജട്ടിയിലെ സഹോദരങ്ങൾ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതാരാ ഓതേണ്ടത്? പെൺമക്കളാണ് ഇത് ഓതേണ്ടത്. എൻ്റെ സഹോദരിമാരാണ് ഓതേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സ്ത്രീകളോടാണ്. അല്ലിമൂഹുന്ന സൂറത്തുൽ വാഖിഅ. സ്ത്രീകളെ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണേ, സൂറത്തുൽ വാഖിഅ ഓതണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നിങ്ങളുടെ ഭർത്താവ് ഇതാ കഷ്ടപ്പെടുകയാണ്, പ്രയാസപ്പെടുകയാണ്. പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ പാതിരാത്രി സമയത്തും ഇതാ സൂറത്തുൽ വാഖിഅ നീ വീട്ടിലോതിയാൽ ദാരിദ്ര്യം നിർമാർജനമാണ്. ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതിന്റെ അർത്ഥം കെട്ടിയന്മാര് ഖുർആനൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളിതൊന്നും വേണ്ട, ഉസ്താദ് TV കണ്ടോളാൻ പറഞ്ഞൊന്നും അർത്ഥമല്ല. നമ്മൾ ഓതണം. അതോടൊപ്പം ആരും ഓതണം? സഹോദരിമാർ ഓതണം. നമ്മുടെ മക്കളെ കൊണ്ട് ഓദിക്കണം സൂറത്തുൽ വാഖിഅ. അവരോടാണ് കൽപ്പന അല്ലാഹുവിന്റെ റസൂലിൻ്റെത്. ഇന്ന് പക്ഷേ മിക്ക സഹോദരിമാർ ഇത് ശ്രദ്ധിക്കുന്നില്ല. ഉമ്മമാർ ഓതുന്നുണ്ട്, അതുപോലെ സ്ത്രീകൾ ഓതുന്നുണ്ട്, മക്കളെ കൊണ്ട് ഓദിക്കുന്നില്ല. ഓദിക്കണം. പാപ്പായുടെ സ്കൂട്ടറും S3-യും S4-ഉം S5-ഉം ഒക്കെ എനിക്ക് താന്ന് പറയുന്ന മക്കള് പാപ്പാക്ക് സാമ്പത്തികം ഉണ്ടാകാൻ വേണ്ടി എന്താ ചെയ്തു കൊടുത്തൂടെ? സാമ്പത്തികം ഉണ്ടാകാനുള്ള ഒരു പോംവഴിയാണ് എന്ത്? സൂറത്തുൽ വാഖിഅ ഓത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. സൂറത്തുൽ വാഖിഅ ഓത്. അപ്പൊ നേരത്തെ പറഞ്ഞ അസ്മാഉൽ ഹുസ്ന ഉണ്ട്. 11 പ്രാവശ്യം സുബഹി കഴിഞ്ഞ് 11 എന്തും പറഞ്ഞു? സൂറത്തുൽ വാഖിഅയും പറഞ്ഞു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചരിത്രത്തിൽ കാണാം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ വഫാത്തായി പോയി. പക്ഷേ അദ്ദേഹത്തിനോ കുടുംബത്തിനോ, പെൺമക്കൾ അധികരിച്ച അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ ജീവിതത്തിൽ ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ട ഗതികേട് അല്ലാഹു കൊടുത്തിട്ടില്ല. എന്തേ കാരണം? സൂറത്തുൽ വാഖിഅ അവർ ഡെയിലി പാരായണം ചെയ്യുമായിരുന്നു. നമ്മുടെ മക്കളോ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഖുർആൻ ഓതണം, ഖുർആനുമായി ബന്ധം വരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മറ്റൊരു ശ്രേഷ്ഠതയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അഡീഷണലായി ഒരു ഹെൽപ്പർമാരെയും അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല.
നബിതങ്ങളുടെ കൂടെ സഹായത്തിന് ഞാനും കൂടെ ഒരാളും കൂടെ ഇരുന്നിട്ട് നിങ്ങളുടെ കൂടെ ഒന്ന് പറയാം. വേണ്ട, നമ്മുടെ കൂടെ വരണ്ട, നബിയുടെ കൂടെ ആരുമില്ല, മുഹമ്മദ് നബി തരിച്ചാണ്. ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്കും എന്തുണ്ടായിട്ടുണ്ട്? അഡീഷണൽ ഹെൽപ്പർമാർ ഉണ്ടായിട്ടുണ്ട്. നൗഷാദ് ഭായി ബക്കറ്റ് വിരിക്കണം ഉണ്ടോ? ബിസ്മില്ലാ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ല സ്വതക്ക കൊടുക്കുക. നമ്മുടെ സ്വതക്കകൾ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. നല്ലൊരു സ്വതക്ക സമാപന ദിവസമാണ്. നല്ല രീതിയിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ, കാര്യക്ഷമമാക്കുമാറാവട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ മദദ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ തമാശയും പാട്ടൊന്നും ഇല്ലല്ലോ, ഖുർആനും ഹദീസും വെച്ചാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബറക്കത്തുണ്ടാകും ഈ സദസ്സിൽ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹോദരിമാരുൾപ്പെടെ ബക്കറ്റ് വരുമ്പോൾ ഒന്ന് കാര്യക്ഷമമാക്കി നിങ്ങൾ കൊടുക്കുന്ന സ്വതക്കകൾ 1000, 2000, 10,000, 25,000 ഒരു പവനൊക്കെ നിങ്ങൾ നേർച്ചയാക്കിയവർ, കൊടുക്കാൻ വേണ്ടി നിയത്താക്കിയവർ, രോഗശമനത്തിന് വേണ്ടി, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി, സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയൊക്കെ നിയത്ത് വെച്ചിട്ടുള്ള സഹോദര സഹോദരിമാരൊക്കെ ആ ബക്കറ്റിൽ നിങ്ങൾ നിയത്ത് എഴുതി അതിൽ കൊടുക്കുക. അവരുടെ സംഘാടകരെ ഏൽപ്പിക്കുക. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഈ നൽകുന്ന സ്വതക്ക പാരത്രിക ലോകത്ത് വിജയത്തിന് അള്ളാഹു നിദാനമാക്കുമാറാവട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളിലും ആബിദീങ്ങളിലും ഹാഫിദീങ്ങളിലും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൻ്റെ അവസാനം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാകുന്ന ഒരു ദിക്ർ പഠിപ്പിക്കും. ആ ദിക്ർ നമ്മൾ 3 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ചൊല്ലിയാൽ നാളെ ഈ സമയം വരെ തീർച്ചയായിട്ടും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ ചൊല്ലിയവനും ദിക്ർ ചൊല്ലിയവളുമായി ഗണിക്കപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താണ് പ്രത്യേകത? എന്താ? ആ ദിക്ർ ചൊല്ലിയാൽ, ഇന്ന് 3 പ്രാവശ്യം ചൊല്ലിയാൽ നാളെ ഈ സമയം വരെ ദിക്ർ ചൊല്ലിയവനും ചൊല്ലിയവളുമായി അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തും, ലിസ്റ്റിൽ രേഖപ്പെടുത്തും. ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ദിക്ർ 3 പ്രാവശ്യം ചൊല്ലിയാൽ മതി ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. വളരെ ശ്രദ്ധിക്കും, വളരെ ശ്രദ്ധിക്കും. ആരാണ് ഹബീബ് റസൂലുള്ളാഹി? എല്ലാവരും ഒന്ന് ഓരോ മൗലാദിയിലേക്ക്. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ളലംതു സുന്നതമൻ അഹ്യല്ലലാമ ഇലാ അനിഷ്തകാത قدما الضر من ورمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാരാണ്? ഒരു ചരിത്രം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇമ്രാൻ റളിയല്ലാഹു തആല അൻഹു ഉസൈദ് ബിൻ ഹുദൈർ എന്ന സ്വഹാബിയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വർത്തമാനം പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ രാത്രി വല്ലാതെ കൂരിരുട്ടാണ്. നിലാവിന്റെ വെളിച്ചം അല്പനേരം ഉണ്ടായിരുന്നു. അല്പനേരം മുന്നോട്ട് പോയപ്പോ ആ നിലാവിന്റെ വെളിച്ചവും അസ്തമിച്ചു പോവുകയാണ്. അതാ കൂരിരുട്ടൂടെ നടന്നു പോകവേ ഇമ്രാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ കൈ വലത് കൈ ആകാശത്തേക്ക് ഉയർത്തുകയാണ്. വലത് കൈ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തി. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അൽ ഇസാബയിൽ രേഖപ്പെടുത്തിയ ചരിത്രമാണ്. അദ്ദേഹത്തിന് വേണ്ടി തന്റെ കൈയങ്ങ് പ്രകാശിക്കുകയാണ്. കൈ പ്രകാശിക്കുകയാണ്. ആ പ്രകാശത്തിലൂടെ അദ്ദേഹം തന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ട് ചേരും. ഇഴജന്തുക്കളുള്ള കാട്ടിലൂടെ അതാ അദ്ദേഹം തന്റെ വീട്ടിലേക്ക് വന്നണയുമ്പോ അദ്ദേഹത്തിന്റെ വീട്ടുകാര് ചോദിച്ചു പോയി, നിങ്ങളുടെ കൈ ഇത്രത്തോളം പ്രകാശിക്കാൻ കാരണമെന്താണ്? ഇത്രത്തോളം ഈ കൂരിരുട്ടിൽ ഒരു ടോർച്ചിനേക്കാൾ പ്രഭ പരത്തിക്കൊണ്ട് നിങ്ങളുടെ കൈ ഇത്രത്തോളം പ്രകാശിക്കാനുള്ള കാരണമെന്താണ്? ഇമ്രാൻ റളിയല്ലാഹു തആല പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ, അല്ലയോ പ്രിയപ്പെട്ടവളെ, നിന്നോട് ഞാൻ സത്യം തുറന്നു പറയുകയാണ്. എന്റെ ഈ കൈ പ്രകാശിക്കാനുള്ള കാരണം എന്റെ ഹബീബാകുന്ന നബി തങ്ങളുടെ തൃക്കരത്തിലേക്ക് എന്റെ കൈ ഞാൻ വെച്ചിട്ടുണ്ട്.
മസിസ്തു ബിയദി ذكري منذ أني بايعت النبي صلى الله عليه وسلم ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബൈഅത്ത് ചെയ്തതിനു ശേഷം എൻ്റെ ഈ വലത് കൈ കൊണ്ട് ഇന്ന് വരെ എൻ്റെ ജനനേന്ദ്രിയത്തിൽ തൊട്ടിട്ടില്ല. എൻ്റെ ലൈംഗിക അവയവത്തിൽ ഇന്ന് വരെ എൻ്റെ വലത് കൈ സ്പർശിച്ചിട്ടില്ല. മാ മസിസ്തു ബിയദി, എൻ്റെ വലത് കൈ കൊണ്ട് ഞാൻ ഇന്ന് വരെ തൊട്ടിട്ടില്ല. ബിദക്കരി, എൻ്റെ ദക്കറിലേക്ക്, എൻ്റെ ജനനേന്ദ്രിയത്തിലേക്ക് എൻ്റെ വലത് കൈ ഞാൻ ഇന്ന് വരെ കൊണ്ടുപോയിട്ടില്ല. ഏത് സമയം മുതൽക്കെന്നറിയുമോ? മുൻദു അന്നീ ബായത്തുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചക പൊങ്കവരുടെ വലത് കൈയിലേക്ക് എൻ്റെ കൈയൊന്നടിച്ചതിന് ശേഷം, ബൈഅത്ത് ചെയ്തതിന് ശേഷം ഞാൻ ഇന്ന് വരെ എൻ്റെ വലത് കൈ കൊണ്ട് എൻ്റെ ജനനേന്ദ്രിയത്തിൽ തൊട്ടിട്ടില്ല. ആ പ്രവാചകരുടെ കൈയോടുള്ള ബഹുമാനമാണ്, ആദരവാണ്. ഇജ്ലാലം വ തഅലീമാ ബിയദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹബീബായ നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈയോടുള്ള എന്റേതാകുന്ന താല്പര്യമാണ്, എൻ്റെ സ്നേഹമാണ്, ബഹുമാനമാണ്. അത് കാരണമായിട്ട് എൻ്റെ വലത് കൈ പ്രകാശിക്കുകയാണെന്ന് ഇമ്രാൻ റളിയല്ലാഹു അൻഹു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ബൈഅത്ത്? ഹബീബായ നബി തങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക മുഹമ്മദർ റസൂലുള്ളാഹ്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. തീർച്ചയായും തങ്ങൾ മുഹമ്മദ് നബിയാണ്, അവിടുത്തെ പ്രവാചകരാണ്, അവിടുത്തെ അബുദാണ്. ഞാനിതാ സാക്ഷ്യം വെക്കുന്നു. അലയ്യ ബിസ്സമഇ വത്വാഅ, അലയ്യ ബിസ്സമഇ വത്വാഅ. നിങ്ങൾ അനുസരിക്കാൻ, നിങ്ങൾ വിളിച്ചാൽ വിളി കേൾക്കാൻ ഞാനിതാ തയ്യാറാണ്. ഇതിത്രയും നേരമേ ബൈഅത്തുള്ളൂ, അഥവാ 10 സെക്കൻഡ് മാത്രമാണ് നബിയുടെ കയ്യിലടിച്ച് ബൈഅത്ത് ചെയ്യുന്നത്. ആ 10 സെക്കൻഡ് നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈകളിലേക്ക് എൻ്റെ കൈയൊന്ന് തട്ടിയത് കൊണ്ട് ഇതാ എൻ്റെ കൈ പ്രകാശിക്കുകയാണ്. കഴിക്കോട് ചട്ടിയിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ സഹോദരങ്ങളെ, സിനിമാ താരങ്ങളെയും സിനിമാ നടിമാരെയും ഹൃദയത്തിലെത്തിക്കൊണ്ടിരിക്കുന്ന യുവമിഥുനങ്ങളെ, എത്രയോ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ചെവികളിൽ, എത്രയോ പാവപ്പെട്ട സഹോദരന്റെ കാതുകളിൽ ഇതാ മുഴങ്ങി കേൾക്കുന്നത് അശ്ലീലതയാണ്, സിനിമാ പാട്ടുകളാണ്. എത്രയോ സഹോദരങ്ങളുടെ മൊബൈൽ ഫോണിൽ അശ്ലീലമാക്കപ്പെട്ട സിനിമകളാണ്, സിനിമാ പാട്ടുകളാണ്. പാതിരാത്രി സമയത്ത് ഉറക്കമൊഴിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതേണ്ടതിന് പകരം, ഖുർആൻ കേൾക്കേണ്ടതിന് പകരം ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ കേൾക്കുന്നവരില്ലയോ, സിനിമാ ഗാനങ്ങൾ കേൾക്കുന്നവരില്ലയോ, അശ്ലീലമാക്കപ്പെട്ട സിനിമകളും ഗാനങ്ങളും കണ്ടുകൊണ്ട് രസിക്കുന്നവരില്ലയോ? എത്രയോ മോശപ്പെട്ട പ്രവണതയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, യുദ്ഫഉ അൻ മുസ്തമിൽ ഖുർആനി ബൽ വദ്ദുനിയാ വഅൻ താലിൽ ഖുർആനി ബൽ വൽ ആഖിറ. പരിശുദ്ധമായ ഖുർആനിന്റെ വാക്യങ്ങൾ കേൾക്കാൻ തയ്യാറാകണേ മുസ്ലിമേ, കേൾക്കാൻ തയ്യാറാവണേ പെങ്ങളെ. ഖുർആൻ കേൾക്കുന്നവരുണ്ടോ, ഖുർആൻ ഓതുന്നവരുണ്ടോ, അവർക്ക് ഭൗതികവും ആത്മീയവുമാകുന്ന ലോകത്ത് രക്ഷയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഹബീബായ നബി തങ്ങളെ കുറിച്ചുള്ളതായ മദ്ഹ് കീർത്തനങ്ങൾ കേൾക്കാൻ ഇന്ന് കാതുകളില്ല, ചൊല്ലാൻ ഇന്ന് നാവങ്ങളില്ല, പ്രവാചകരെ മദ്ഹ് ചെയ്യാൻ ഇന്ന് നാവുകളില്ല. നാവിനെ അശക്തമാക്കിയതെന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കണ്ടയോ മുസ്ലിമേ, പ്രകീർത്തിക്കണ്ടയോ? ലോകത്തിന്റെ നായകനാരാണ്? നൂറുൻ അലാ നൂർ,
നൂർ, പ്രകാശത്തിന്മേൽ പ്രകാശമാണ്. ആയിഷ ബീവി പറയുകയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ വസ്ത്രം നെയ്തുകൊണ്ടിരിക്കുമ്പോ എൻ്റെ കയ്യിൽ നിന്ന് സൂചി നിലത്ത് പോവുകയാണ്, എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോവുകയാണ്. കൂരിരുട്ടാണ് എൻ്റെ റൂം, ചെറിയ വീടാണ്. ഇന്നത്തെ പോലെ ലൈറ്റുകളില്ല, ഇന്നത്തെ പോലെ ബൾബുകളില്ല, ഇന്നത്തെ പോലെ ആധുനിക സൗകര്യങ്ങളില്ല. കരണ്ട് വെളിച്ചത്തിൽ ഞാൻ എൻ്റെ റൂമിൽ കിടന്നുകൊണ്ട് തപ്പുകയാണ്, തിരയുകയാണ്, എൻ്റെ സൂചി തിരയുകയാണ്. ഫദഖല അലയ്യ റസൂലുള്ളാഹ്, ഹബീബായ നബിതങ്ങൾ അതാ കടന്നു വരുകയാണ്. നബിതങ്ങളുടെ മുഖത്ത് നിന്ന് പ്രകാശമടിക്കുകയാണ്. ആരാണ് പറയുന്നത് സഹോദരാ? ആരാണ് പറയുന്നത് സഹോദരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയല്ലയോ, ആയിഷ ബീവി അല്ലയോ? നബിയുടെ മുഖത്ത് നിന്ന് പ്രകാശമടിക്കുകയാണ്. ആ പ്രകാശത്താൽ, പ്രകാശത്തിന്റെ ശോണിമയാൽ നബിതങ്ങൾ അതാ കടന്നു വന്നപ്പോ എൻ്റെ റൂമിന്റെ നിലത്ത് കിടന്നുകൊണ്ട് തിരയുന്ന സൂചി എനിക്ക് നല്ലതുപോലെ കാണാൻ സാധിച്ചുവെന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ. ആ പ്രവാചകർ ഒരു സാധാരണ വ്യക്തിത്വമാണോ? നൂറുൻ അലാ നൂർ, പ്രകാശമാണ്, പ്രകാശമാണ്. ആ പ്രവാചകന്റെ വലത് കൈ എൻ്റെ വലത് കൈയിലേക്കൊന്ന് 10 സെക്കൻഡ് വെച്ചപ്പോ ഇതാ എൻ്റെ കൈ ഇതാ പ്രകാശിക്കുകയാണ്, ബൾബ് പ്രകാശിക്കുന്നത് പോലെയെന്ന് ഇമ്രാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇത് എവിടെ പറഞ്ഞിട്ടുണ്ട്? ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി അൽ ഇസാബ എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ചരിത്രമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കയ്യിലേക്ക് ഒരു 10 മിനിറ്റ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക മുഹമ്മദർ റസൂലുള്ളാഹ് അലിയ ബിസ്സംഇ വതആ. കഴിഞ്ഞു. അടുത്ത സ്വഹാബി വീണ്ടും വെക്കുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക മുഹമ്മദർ റസൂലുള്ളാഹ് അലിയ ബിസ്സംഇ വതആ. ഇതാണ് എന്ത് ബൈഅത്ത് എന്ന് പറഞ്ഞാൽ. അല്ലാതെ കെട്ടിപ്പിടിച്ച് 10-15 മിനിറ്റ് അങ്ങനെ നിൽക്കാന്നല്ല. അത്രേ ഉള്ളൂ. പക്ഷെ ഈ കൈയടിക്കലോടുകൂടി ഞാൻ പിന്നീട് ഒരു കാര്യം ശ്രദ്ധിച്ചു. നബിയുടെ കൈ വെച്ച കൈയല്ലേ, ഞാൻ പിന്നീട് ഇന്ന് വരെ എൻ്റെ ജനനേന്ദ്രിയത്തിൽ ഈ വലത് കൈ കൊണ്ടുപോയിട്ടില്ല. അതൊക്കെ ഒരു സൂക്ഷ്മതയാണ്. സൂക്ഷ്മത അങ്ങനെ സൂക്ഷിച്ചതിന്റെ പേരിൽ എന്ത് പറ്റി? അതിന്റെ പ്രകാശം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. കൈ ഇങ്ങനെ പ്രകാശിക്കുക. രാത്രി വഴി കൂടെ പോകുമ്പോൾ ട്യൂബ് ലൈറ്റ് കൈ. നിങ്ങൾക്ക് ആശങ്ക തോന്നുന്നുണ്ടോ? ആശങ്കയുണ്ടോ? ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ ആരാൻ? നവവി ഇമാം ആരാൻ? നബി തങ്ങളെ മഹബത്ത് വെച്ച വ്യക്തി, 2ാം ഷാഫി എന്നറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹം കിതാബ് രചിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്കും വിളക്കണഞ്ഞു പോയി, വിളക്ക് പെട്ടെന്നണഞ്ഞു പോയി. ഉടനെ അദ്ദേഹത്തിന്റെ വിരലിങ്ങനെ വെച്ചു എന്നാണ്. വിരൽ ഉടനെ തന്നെ ട്യൂബ് ലൈറ്റ് പോലെ പ്രകാശിക്കാൻ തുടങ്ങി. ഇതൊക്കെ കിതാബുകളുണ്ട്, നോക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. റാഫി ഇമാം റളിയല്ലാഹു അൻഹു കിതാബ് രചിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിളക്കണഞ്ഞു പോയി. ഉടനെ അദ്ദേഹത്തിന് തൊട്ടടുത്തുള്ളതാകുന്ന മരങ്ങൾ, അതിൻ്റെ ശിഖരങ്ങൾ ഇതാ ഈ നിൽക്കുന്ന വൃക്ഷം പോലെ വന്നിട്ട് ശിഖരങ്ങൾ ഇങ്ങനെ വന്ന് താന്ന് കൊടുത്തു. എന്നിട്ട് ആ ശിഖരങ്ങൾ മുഴുവനും പ്രകാശിക്കാൻ തുടങ്ങി. ആ പ്രകാശത്താൽ ഞാൻ കിതാബ് എഴുതി പൂർത്തീകരിച്ചു. ഇമാം റാഫി റളിയല്ലാഹു അൻഹു. ഇവർക്കൊക്കെ എവിടുന്നാ പ്രകാശം കിട്ടിയത്? മുഹമ്മദ് നബിയിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രകാശമാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ സദസ്സിൽ ലൈറ്റ് ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ മുഖത്തിന്റെ പ്രകാശം നിൽക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ആകുമ്പോൾ വീട്ടിലെന്ന് വേണ്ട, സോളാറൊന്നും വേണ്ട, വഴിയില്ല, നമ്മുടെ കൈമതി. നമ്മൾ നബിയിലേക്ക് അങ്ങ് അടുക്കണം, ലയിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വലാത്തിലൂടെ എടുക്കണം, ദിക്റിലൂടെ എടുക്കണം, നബിതങ്ങളുടെ തിരുസുന്നത്തുകൾ എടുക്കണം. എത്ര സുന്നത്ത് എടുക്കാൻ കഴിയും നമുക്ക്? തലയിൽ തൊപ്പി വെക്കുന്ന എത്ര ആളുകളുണ്ട്? വലിയ മടിയാണ് മിക്കവർക്കും, വലിയ മടിയാണ്. നമസ്കരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പോകുമ്പോൾ പോലും നമുക്ക് മടിയാണ്, അല്ലേ? താടി ഒന്ന് വെക്കാൻ മടിയാ. സിനിമാ നടന്മാരും നടിമാരും ഒക്കെ ഏതൊക്കെ കോലങ്ങൾ കിട്ടുന്നുണ്ട് അതെല്ലാം നമ്മൾ ചെയ്യും. നടന്മാരാരോ താടി വെച്ചപ്പോൾ ചെറുപ്പക്കാരൊക്കെ താടി വെച്ചു. ഇപ്പൊ ഏതോ ഒരു നടൻ വടിച്ച് കണ്ണാടിയിട്ട് കിടപ്പുണ്ട്. അപ്പൊ പിള്ളേരൊക്കെ എന്തായി? വടിച്ച് കണ്ണാടിയിട്ട് കിടക്കുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.